വീണ്ടും ഒരു മേജർ റോളിൽ മോഹൻലാൽ തമിഴ് സിനിമയിലേക്ക് എത്താൻ പോകുന്നു എന്ന കാര്യങ്ങളാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ കേട്ട വലിയൊരു സൂചന. ജില്ല എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിന് ഗംഭീരമായ ഒരു റോളൊന്നും തമിഴകത്ത് നിന്നും ലഭിച്ചില്ല. എന്നാൽ ജയിലർ എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്തത് മലയാളക്കര ഏറ്റെടുത്ത ഒന്നായിരുന്നു. എന്നാൽ അത് വെറും ഒരു ക്യാമിയോ റോളായിരുന്നു. അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ഇനിയും ജയിലർ 2-ൽ മോഹൻലാൽ എത്താൻ പോവുകയാണ്. എന്നാൽ ജില്ല പോലൊരു വേഷം മോഹൻലാലിനെ കാത്തിരിക്കുന്നു എന്നാണ് പുതിയ സൂചനകൾ വന്നത്. അതും മോഹൻലാൽ വരുന്നത് അച്ഛൻ മകൻ റോളിൽ എത്തുന്ന ഒരു ചിത്രത്തിൽ. ശിവകാർത്തികേയന്റെ അച്ഛൻ റോളിൽ മോഹൻലാൽ എത്തുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തമിഴ് മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകൾ കൊടുത്തതും. കാരണം മോഹൻലാലും ശിവരാജ് കുമാറും ഒന്നിക്കാൻ പോകുന്ന റിപ്പോർട്ടുകൾ ഏതാണ്ട് അടുത്തിരിക്കുന്നു എന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. SK24 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലേക്കാണ് ഇരുവരും ഒന്നിക്കാൻ പോകുന്നത്. അച്ഛൻ മകൻ കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നതും. എന്നാൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളും അതിനിടയ്ക്ക് പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഒഫീഷ്യലായി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നില്ല. ഇതിന്റെ കാര്യങ്ങൾ നേരത്തെ വന്നത് വലിയ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കേട്ടത്. മോഹൻലാൽ അന്യഭാഷയിൽ പോയി അഭിനയിക്കുന്നത് മലയാളി പ്രേക്ഷകർക്ക് അങ്ങോട്ട് ദഹിക്കുന്നതുമില്ല. അതവർ പറയുന്നതുകൊണ്ട് പരാതി പോലെ. തമിഴ് സിനിമയിലെ ഒരു പ്രശസ്ത നടനാണിപ്പോൾ ശിവകാർത്തികേയൻ. അദ്ദേഹത്തിന്റെ സമീപകാല ചിത്രമായ അമരൻ വൻ വിജയമായിരുന്നു. ആ ചിത്രത്തിന്റെ വിജയത്തെ തുടർന്ന് AR മുരുകദോസ് സംവിധാനം ചെയ്ത തന്റെ 23ാമത്തെ ചിത്രമായ മദ്രാസി അദ്ദേഹം പൂർത്തിയാക്കി. ചിത്രം സെപ്റ്റംബർ 5-ന് റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന പരാശക്തി എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശിവകാർത്തികേയന്റെ അടുത്ത ചിത്രം SK24 വിനായക് ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്ത് ഫാഷൻ സ്റ്റുഡിയോസ് നിർമ്മിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അച്ഛൻ മകൻ ബന്ധത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ചിത്രത്തിൽ മോഹൻലാൽ അച്ഛൻ വേഷം അവതരിപ്പിക്കാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ ഒരു മാസം മുമ്പ് വന്നത്. എന്നാൽ ഇതവിടെ നിൽക്കുമ്പോൾ ഏകദേശം ഡിസ്കഷന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം തമിഴ് മൂവി അനലിസ്റ്റുകൾ ചിലതൊക്കെ പറഞ്ഞത്. കാരണം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കാൻ പോകുന്നു എന്നൊരു സൂചന ലഭിക്കുമ്പോൾ ഇത് ഏകദേശം ഡീലായിട്ടുണ്ട് എന്ന രീതിയിലാണ് വരുന്നതും. ശിവകാർത്തികേയൻ ഇപ്പോൾ പരാശക്തി എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്ന തിരക്കിലാണ്. സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന ചിത്രം ആകാശ് ഭാസ്കരൻ നിർമ്മിക്കുന്നു. രവി മോഹൻ, അഥർവ, ശ്രീലീല തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു. 1965-ൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി സുധാ കൊങ്കര സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു പീരീഡ് ഫിലിമായി ഒരുങ്ങുന്ന ഈ ചിത്രം കൂടുതലും ലൈവ് ലൊക്കേഷനുകളിലാണ് ചിത്രീകരിച്ചത്. ചിദംബരം, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിലെ ലൈവ് ലൊക്കേഷനിലാണ് ചിത്രം ചിത്രീകരിച്ചത്. എന്നാൽ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും ഇന്റർനെറ്റിൽ ചോർന്നുകൊണ്ടിരുന്നു. ഇക്കാരണത്താൽ സിനിമാ സംഘം നിലവിൽ സെറ്റുകൾ സ്ഥാപിക്കുകയും പ്രധാനപ്പെട്ട രംഗങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. 1-2 മാസത്തിനുള്ളിൽ ചിത്രത്തിന്റെ മുഴുവൻ ഷൂട്ടിംഗും പൂർത്തിയാക്കുമെന്നും അടുത്ത വർഷം പൊങ്കൽ ആഘോഷത്തോടനുബന്ധിച്ച് ചിത്രം റിലീസ് ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പരാശക്തി ശിവകാർത്തികേയന്റെ 25ാമത്തെ ചിത്രമാണ്. അതുപോലെ AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞ ചിത്രം അദ്ദേഹത്തിന്റെ 23ാമത്തെ ചിത്രമാണ്. അതേസമയം ശിവകാർത്തികേയന്റെ 24ാമത്തെ ചിത്രത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഡോൺ സംവിധായകൻ സിബി ചക്രവർത്തി SK24 സംവിധാനം ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സിബി ചക്രവർത്തി നാനിയുടെ ചിത്രം സംവിധാനം ചെയ്യാൻ പോയതിനാൽ ഗുഡ് നൈറ്റ് സംവിധായകൻ വിനായക് ചന്ദ്രശേഖർ SK24 സംവിധാനം ചെയ്യുമെന്ന് പറയപ്പെട്ടു. എന്നാൽ ഇതുവരെ അതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഒരു വശത്ത് SK23 സെപ്റ്റംബർ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മറുവശത്ത് ശിവകാർത്തികേയന്റെ 25ാമത്തെ ചിത്രമായ പരാശക്തി പൊങ്കലിന് റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം SK24-ന് എന്ത് സംഭവിച്ചു, ഷൂട്ടിംഗ് എപ്പോൾ ആരംഭിക്കും എന്നതിനെക്കുറിച്ച് ഇതുവരെയും വിവരവും വന്നിട്ടില്ല എന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. ഈ സാഹചര്യത്തിൽ SK24-ന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്നും വളരെ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാനാണ് ശിവകാർത്തികേയനും സംവിധായകനും പദ്ധതി ഇടുന്നത് എന്നും റിപ്പോർട്ടുകൾ വരുന്നു. ഇതാണ് ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനം മോഹൻലാലുമായിട്ടുള്ള ഡിസ്കഷൻ തന്നെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാരണം മോഹൻലാൽ പുതിയൊരു സിനിമയ്ക്ക് വേണ്ടി കമ്മിറ്റ്മെന്റുകൾ നടത്തിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന സിനിമകൾ ദൃശ്യം 3-യും അമൽ നീരദിന്റെ ചിത്രങ്ങളുമാണ്. അതൊക്കെ സെപ്റ്റംബറിലും അടുത്ത വർഷവും ഒക്കെയാണ് പ്ലാനിങ്ങിൽ വന്നിരിക്കുന്നത്. അതിനിടയ്ക്ക് മോഹൻലാലിന് വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു സമയത്തേക്ക് ഈ ചിത്രത്തിലേക്ക് എത്താനുള്ള സാഹചര്യമാണ് ഇപ്പോൾ തുറന്നു വരുന്നത്. എന്തായാലും ഒഫീഷ്യലായി ഒന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. മോഹൻലാലിന് ഇപ്പോൾ തീർക്കാനുള്ളത് ക്യാമിയോ റോളുകളാണ്. ഇപ്പോൾ ശ്രീലങ്കയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിലാണ്. അതിനുശേഷം ഭപ്പബയിലും ജയിലർ 2-ലും ഒക്കെ ക്യാമിയോ റോളുകളിൽ മോഹൻലാൽ എത്തുന്നുണ്ട്. അതൊക്കെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഷൂട്ടിംഗ് കാണുകയുള്ളൂ. അപ്പോഴാണ് SK24 സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അടുത്ത വർഷം ജനുവരിയിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന തരത്തിലേക്ക് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ശിവകാർത്തികേയന്റെ ആശയമെന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ്. പരാശക്തിയുടെ ഷൂട്ടിംഗ് ഇനിയും 40 ദിവസം ബാക്കിയായതിനാലും ശിവകാർത്തികേയൻ ഇപ്പോൾ മദ്രാസിയുടെ ഷൂട്ടിംഗിൽ തിരക്കിലായതിനാലും അത് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പരാശക്തിയിൽ ചേരും. ഈ സാഹചര്യത്തിൽ പരാശക്തിയിൽ അഭിനയിക്കുന്നതിനൊപ്പം SK24 എന്ന സിനിമയിലും അഭിനയിക്കാൻ ശിവകാർത്തികേയൻ തീരുമാനിച്ചതായി സൂചനകൾ വരുന്നു. പൊങ്കലിന് പരാശക്തി റിലീസ് ചെയ്തില്ലെങ്കിൽ പൊങ്കലിന് SK24 റിലീസ് ചെയ്യാൻ ശിവകാർത്തികേയൻ ആലോചിക്കുന്നുണ്ടോ എന്നും അറിയില്ലെന്നും തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതോ പരാശക്തി തന്റെ 25ാമത്തെ ചിത്രം
ചിത്രമായതിനാൽ അതിനു മുമ്പ് SK24 റിലീസ് ചെയ്യാൻ ശിവകാർത്തികേയൻ പദ്ധതിയിടുന്നുണ്ടോ എന്നതൊക്കെയാണ് തമിഴ് മാധ്യമങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ. എന്നാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിച്ച് ഉടൻ പൂർത്തിയാക്കാനാണ് ശിവകാർത്തികേയൻ ശ്രമിക്കുന്നതെന്ന് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഈ വിവരം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. ചിത്രീകരണ സംഘത്തിൽ നിന്നും ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ യഥാർത്ഥ വിവരങ്ങൾ അറിയൂ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മോഹൻലാലുമായിട്ടുള്ള ഡിസ്കഷൻ എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ നിഗമനങ്ങൾ. മോഹൻലാൽ ഇതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഗ്യാപ്പുകളിൽ മോഹൻലാൽ ശിവകാർത്തികേയൻ സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരും. ഔദ്യോഗിക പ്രഖ്യാപനവും പൂജയും ഒക്കെ നമുക്ക് ഉടനെ തന്നെ ദർശിക്കാൻ സാധിക്കും. എന്തായാലും SK24 കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നാണ് ആരാധകരും സിനിമാ വൃത്തങ്ങളും പറയുന്നത്. എന്തായാലും കാത്തിരിക്കാമെന്ന് തമിഴ് മാധ്യമങ്ങളും പറയുന്നു. മോഹൻലാലും ശിവകാർത്തികേയനും അച്ഛൻ മകൻ കോമ്പിനേഷനിൽ എത്തുന്ന ചിത്രത്തിൽ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചനകളും. ജില്ലയ്ക്ക് ശേഷം ഗംഭീര റോള് മോഹൻലാലിലേക്ക് എത്തുന്നു എന്ന് വേണം കാണാൻ.